50-ാം ചിത്രം മികച്ചതാക്കാൻ അധികം താരങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ധനുഷിന് റായനിലൂടെ. അഭിനയിച്ച 50-ാം ചിത്രം, സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമ, ആ സിനിമ ഗംഭീരമാക്കാൻ ധനുഷിന് കഴിഞ്ഞു. ധനുഷ് അവതരിപ്പിക്കുന്ന കാത്തവരായൻ എന്ന ചേട്ടൻ കഥാപാത്രം, അതിനു താഴെ 2 അനിയന്മാർ, ഒരു പെങ്ങൾ, അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവർ ഓവർകം ചെയ്യേണ്ടി വരുന്ന പല സാഹചര്യങ്ങൾ, ഇവയെല്ലാം കൂടി ചേർന്നതാണ് റായൻ എന്ന സിനിമയുടെ കഥ. സിനിമയുടെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തേത് പറയാം ആദ്യം. ധനുഷിന്റെ എഴുത്തും സംവിധാനവുമാണ്. രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സിനിമയെക്കാളേറെ വളരെ നന്നായിട്ട് തന്നെ ഒരു വളർച്ച സംഭവിച്ചിട്ടുണ്ട് ധനുഷ് എന്ന സംവിധായകന്. ഒരു റോ ആൻഡ് ഇന്റൻസ് ആയ സ്റ്റോറി കൃത്യമായി പ്ലേസ് ചെയ്ത് അതിനു ചുറ്റും ഒരു വേൾഡ് ബിൽഡ് ചെയ്യുക, അതായിരുന്നു അതിൽ ആദ്യത്തെ കാര്യം. അത് വൃത്തിക്ക് അയാൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എല്ലാ കഥാപാത്രങ്ങളെയും വാരി വലിച്ചിടാതെ അല്ലെങ്കിൽ എല്ലാ നടന്മാരെയും കൊണ്ടുവന്ന് ഓരോടത്തും നിർത്താതെ ഓരോ കഥാപാത്രത്തിനും ആ കഥയിൽ ഇമ്പോർട്ടൻസ് കൃത്യമായി ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത് ചില സീൻസിനെ പറ്റിയാണ്. ഇപ്പൊ അവരുടെ വീടിനകത്ത് തന്നെ ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കുറച്ച് ഇന്റൻസ് ആയ രംഗങ്ങൾ, അതുപോലെ തന്നെ ധനുഷും SJ സൂര്യയും തമ്മിലുള്ള ആദ്യത്തെ ഫേസ് ഓഫ്, അങ്ങനെ പല സീനുകളിലും ഒരു മിനിമൽ ആൻഡ് സട്ടിൽ ആയിട്ടുള്ള ഒരു നറേറ്റീവ് രീതി പുള്ളി പിടിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പറയാതെ, ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് കാണിക്കാൻ നിൽക്കാതെ വളരെ മിനിമലായി ആ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംവിധായകൻ എന്ന ധനുഷ് നടന ധനുഷിനേക്കാളും മുകളിലേക്ക് കയറി വരുന്നുണ്ട് പലപ്പോഴും. രണ്ടാമത്തെ എടുത്തു പറയേണ്ട കാര്യം AR റഹ്മാനാണ്. ഒരു വളരെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമയിലെ പാട്ടുകളാവട്ടെ BGMകളാവട്ടെ ഇത്ര രോമാഞ്ചം തരുന്നത്. സാധാരണ നമ്മളിപ്പം തുടർന്ന ഒരു ട്രെൻഡ് ഉണ്ട്, ഓരോ കഥാപാത്രത്തിനും ഓരോ BGM, അവർ വരുമ്പോഴാവട്ടെ അവർ ഫൈറ്റിനാവട്ടെ പ്രത്യേകം BGM കൊടുക്കുക. ഇതൊന്നും ചെയ്യാതെ ഓരോ സീനിന് അല്ലെങ്കിൽ ആ സീൻ അല്ലെങ്കിൽ ആ സിനിമ എന്താണ് ആ സമയത്ത് സംസാരിക്കുന്നത് അതിനനുസരിച്ച് മ്യൂസിക് കൊടുക്കുക, അതനുസരിച്ച് BGM സെറ്റ് ചെയ്യുക എന്ന കാര്യത്തിൽ AR റഹ്മാന് 100 മാർക്ക് കൊടുക്കാവുന്ന സിനിമയാണ് റായൻ. റായൻ എന്ന സിനിമ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആവാനുള്ള ഏറ്റവും വലിയ കാരണവും AR റഹ്മാൻ തന്നെയാണ്. ഇനി മൂന്നാമതായി പറയേണ്ടത് തുഷാര വിജയൻ എന്ന നടിയുടെ പെർഫോമൻസ് ആണ്. അതിഭയങ്കരമായ സോൾഡ് ആയിട്ടുള്ള ഇന്റൻസ് ആയ പെർഫോമൻസ്. കഥയുടെ തുടക്കം മുതൽ കഥയുടെ ഒടുക്കം വരെ അവർക്കൊരു സ്റ്റോറി ആർക്ക് ഉണ്ട്, 3 ആക്ടുകളായിട്ട്. ഓരോ ആക്ടുകളിലും ഓരോ വേഷം അവരെടുത്ത് അണിയുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ അരമണിക്കൂർ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ട്, ഒരു ചെറിയ ഫൈറ്റ് സീൻ. അതിനെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ അവരുടെ നിരാശ, അവരുടെ ക്രോധം, അവരുടെ വിഷമം, അവരുടെ ടെൻഷൻ, അവരുടെ പേടി എല്ലാം കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഫീൽ ചെയ്യുന്ന തരത്തിൽ അത്ര ഇന്റൻസ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പല സിനിമകളായി ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു 2 ഘട്ടം മുകളിലിട്ട് അഭിനയിക്കുന്ന ഒരു പരിപാടി SJ സൂര്യക്ക് സാധാരണ പതിവുള്ളതാണ്. സംവിധായകരും അവരുടെ റോളിനനുസരിച്ച് സമ്മതിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ റായനിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ പെർഫോമൻസിൽ SJ സൂര്യ ചെയ്യുന്നുണ്ട്. ബേസിക്കലി അത് അദ്ദേഹത്തിനും സംവിധായകനായ ധനുഷിനും കൊടുക്കേണ്ട കയ്യടിയാണ്. ബാക്കി പ്രധാന വേഷങ്ങളിലെത്തി ഒരു 3 പേരുണ്ട്, സന്ദീപ്, കാളിദാസ്, അപർണ. അവർ 3 പേരും അവരുടെ റോള് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ സെൽവരാഘവന്റെയാണ്. അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു മനോഹര കഥാപാത്രമാണ് ധനുഷ് സെൽവയ്ക്ക് നൽകിയതും ചേട്ടൻ അത് ഭംഗിയായി അനിയന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. സിനിമയിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഭാഗം, പ്ലോട്ട് ട്വിസ്റ്റ് അടക്കമുള്ള ചില പ്ലോട്ട് പോയിന്റ്സ് കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയി അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഒരു സാധാ റിവെഞ്ച് ത്രില്ലർ ഡ്രാമ എന്നതിന് മുകളിലേക്ക് റായൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു തിയേറ്റർ വാച്ച് അർഹിക്കുന്നുണ്ട്.